കോഴിക്കോട് നിന്ന് അരുൺ PJ. ഒരു ചോദ്യം മാത്രമാണ് കേരളത്തിലുടനീളം മുഴച്ചു നിന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ഇപ്പോഴും. അതായത് എന്തുകൊണ്ട് LDFന് വോട്ട് ചെയ്യാതിരിക്കണം, എന്തിന് UDFന് വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഏതായാലും 4-ാം തീയതി ഈ 2 ദിവസം കൂടി കഴിയുമ്പോൾ, ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അറിയാൻ കഴിയുകയും ചെയ്യും. എക്സിറ്റ് പോളുകളിൽ മാത്രമാണ് UDFന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. തികഞ്ഞ ആത്മവിശ്വാസം LDFനുണ്ട്. എല്ലാ അർത്ഥത്തിലും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഒരു സർക്കാർ, അതിന് നേതൃത്വം നൽകിയ ഒരു മുഖ്യമന്ത്രി. വടക്കൻ കേരളത്തിൽ ചില അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ UDF അടക്കം വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, വടക്കൻ കേരളത്തിലടക്കം ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ UDFനും അടിത്തറയുള്ള മണ്ഡലങ്ങൾ നിരവധിയുണ്ട്. അവിടങ്ങളിൽ ചില ഇടങ്ങളിൽ അട്ടിമറി ഉണ്ടാകുമെന്നാണ് നേരത്തെ തന്നെ MV ജയരാജൻ പറഞ്ഞ അടക്കം. കണ്ണൂരിൽ ആ നിലവിലുള്ള LDFന്റെ സീറ്റുകൾ നിലനിർത്തുകയും ഒപ്പം തന്നെ മറ്റു ചില സീറ്റുകൾ പേരാവൂർ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് പറയുകയും ചെയ്തത്. വലിയ അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നുണ്ട് 2 മുന്നണികളും വടക്കൻ കേരളത്തിൽ. സിജു, UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഈ ആത്മവിശ്വാസം എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ മാത്രമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്നാൽ കാരണം ഈ പരസ്യമായി എക്സിറ്റ് പോളുകളിൽ മുൻതൂക്കം ഈ UDFന് പറയപ്പെടുന്നുണ്ടെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എക്സിറ്റ് പോളുകളിലെല്ലാം ഒരു 65-നും 70-നും സീറ്റുകൾക്കിടയിൽ LDF തുടർന്ന് പോകുമെന്നുള്ളത് പ്രവചിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ രീതിയിൽ കാണുകയാണെങ്കിൽ അത് LDFന് അനുകൂലമാണ് എന്ന് തന്നെ വേണം നമുക്ക് കരുതുവാൻ. കാരണം മലബാർ തന്നെയായിരിക്കും ഇത്തവണ ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന, ജനവിധിയെ സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ മേഖല എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. അത് ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോടായിരിക്കും. നമുക്കറിയാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെ മത്സരിക്കുന്ന ഒരു മേഖലയാണ് മലബാർ മേഖല. ധർമ്മടത്ത് മുഖ്യമന്ത്രി വീണ്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി വീണ്ടും അംഗത്തിനിറങ്ങുമ്പോൾ വീണ്ടും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവും ആർക്കുമില്ല. അത് LDFിലില്ല, ആർക്കും ഇല്ല. കാരണം എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ള ഒരു ഇതിൽ ഉത്തരം ആയിട്ട് പിണറായി വിജയൻ്റെ പേരാണ് ഉണ്ടായിരുന്നത്. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവായ VD സതീശൻ വളരെ പിന്നിലാകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ തന്നെ UDFിൽ ഒരു ആശങ്ക ഉണ്ടാവുന്നത് നമുക്കത് കാണാതെ പോകാൻ കഴിയില്ല. എക്സിറ്റ് പോളുകൾ വളരെ നേരിയ ഒരു മുൻതൂക്കം മാത്രമാണ് കോൺഗ്രസിന് പ്രവചിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മഞ്ചേശ്വരം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. KR ജയചന്ദ്രൻ CPMന് വേണ്ടി മത്സരിക്കുന്നു. അവിടുത്തെ BJPയുടെ മുതിർന്ന നേതാവ് K സുരേന്ദ്രൻ. BJP എപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണെങ്കിലും ആത്മവിശ്വാസം LDFനൊപ്പമുള്ള ഒന്നാണ്. കാസർഗോഡ് വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ്. കണ്ണൂർ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ മുഖ്യമന്ത്രിയുടെ ധർമ്മട മണ്ഡലത്തോടൊപ്പം തന്നെ ഇരിക്കൂർ, അഴീക്കോട്, പേരാവൂർ ഉൾപ്പെടെയുള്ള KK ശൈലജ ടീച്ചറെല്ലാം മത്സരിക്കുന്ന പേരാവൂർ ഉള്ളതെല്ലാം വലിയ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നതാണ്. സണ്ണി ജോസഫാണ് അവിടെ KK ശൈലജയുടെ എതിരാളി. എന്തായാലും കണ്ണൂരിൽ എല്ലാ സിറ്റിംഗ് സീറ്റുകളിൽ നിലനിർത്തി പോകാനാകുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് MV ജയരാജൻ ഉൾപ്പെടെയുള്ള CPMലെ മുതിർന്ന നേതാക്കൾ ഇന്ന് കണ്ണൂരിൽ പ്രതികരിച്ചത്. കോഴിക്കോടേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അത് വീണ്ടും പ്രതിപാദിച്ചു പോകേണ്ട അത്യാവശ്യമാണ്. കാരണം രാഷ്ട്രീയ ഒരുപക്ഷെ ഈ കോഴിക്കോടിനെ സംബന്ധിച്ചാണ് വലിയ തരത്തിലുള്ള പ്രചാരണം UDF ക്യാമ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് എന്തോ വലിയ തരത്തിൽ അട്ടിമറി നടക്കാൻ പോകുന്നത്, LDFന്റെ പരമ്പരാഗത ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുന്നു. എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്താണ് അവരുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായി, ഈ പ്രചാരണത്തിന് അടിസ്ഥാനമായി പറയുന്നത്? എന്താണ് ഒരു വിലയിരുത്തൽ? സിജു, അത് അവർ പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ലീഗുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള കുറേ ചർച്ചകൾ ഉണ്ടാവുമല്ലോ. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പ് ചേർന്ന് കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു തമ്മിത്തല്ലും സംഘർഷവും ഉണ്ടാക്കിയ സമയത്താണ് ലീഗുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രസ്താവന, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം, അത് ഇതുവരെയും ചരിത്രത്തിൽ ഒരിക്കലും മുസ്ലിം ലീഗ് അങ്ങനെ ഈ ഭരണം കിട്ടിയാൽ പോലും അങ്ങനെ ഒരു പരാമർശത്തിലേക്കൊന്നും പോവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇത്തവണ കോൺഗ്രസിൽ ആരാവണം മുഖ്യമന്ത്രി എന്ന് വരെ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഉപമുഖ്യമന്ത്രി വരെ അതിനു പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു. നമുക്കറിയാം, PA മുഹമ്മദ് റിയാസിനെതിരെ അൻവർ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ നിന്ന് പോലും ആൾക്കാർ അവിടെ കൈയൊഴിഞ്ഞ, നേരത്തെ പറഞ്ഞത് വീണ്ടും സൂചിപ്പിച്ചു, അവിടെ കൈയൊഴിഞ്ഞ കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ബേപ്പൂരിൽ വരുന്നു. വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം അവിടെ ആ ഒരു മണ്ഡലത്തിൽ വരുന്നു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് പോലെയുള്ള സ്ഥാനാർത്ഥികൾക്ക് നേരെ
വരുന്നു. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കെല്ലാം ഇതിൻ്റെ രീതിയിലുള്ള ഇത്തരം പ്രത്യാരോപണങ്ങൾ, ഈ നമുക്കറിയാം പേരാമ്പ്രയിൽ വരുന്ന ആരോപണം, അവിടെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ അപ്പോൾ പോലും ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പേരാമ്പ്രയിൽ ഇറക്കിയതിൽ കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷം DCC മുതിർന്ന നേതാക്കൾ തന്നെ പങ്കുവച്ചു എന്നുള്ളത് ഏതായാലും വലിയ തരത്തിലുള്ള കണക്കൂട്ടലുകളാണ് UDF ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയുറച്ച മണ്ഡലങ്ങൾ അങ്ങനെ തന്നെ LDF-നൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസം തന്നെയാണ് LDF ക്യാമ്പിനുള്ളത്. വളരെ അരുൺ സൂചിപ്പിച്ചതുപോലെ പ്രമുഖന്മാരാണ് മലപ്പുറം വടക്കൻ കേരളത്തിൽ മത്സരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ, LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ, മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സരിക്കുന്നതാണ് വടക്കൻ കേരളം. ആ മണ്ഡലത്തിലെ അടക്കം ജനവിധി കാത്തിരിക്കുകയാണ് കേരളം.